മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിയുടെ നിയമന ശുപാർശയിൽ PM നിയാസിനെ തള്ളി മന്ത്രി KM ഷാജി. വിശ്വാസിയായതുകൊണ്ട് RSS ചാപ്പ കുത്തേണ്ടതില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട്. നിയമനത്തിൽ അപാകതയില്ല എന്നും തദ്ദേശ വകുപ്പാണ് ശുപാർശ ചെയ്തത് എന്നും ഷാജി പറഞ്ഞു. ശേഷാദ്രി തീവ്രസംഖ്യയാണ് എന്നാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ മറുപടി. നിയാസിന് പരാതി കിട്ടില്ല. നിയാസ് ഇന്നലെ സംസാരിച്ചാണ്. നിയാസ് അങ്ങനെ ഒരു പരാതി പറഞ്ഞായിട്ട് എനിക്കറിയില്ല. പരാതി ഒന്നും ഈ വിഷയത്തിൽ കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പ്രൊഫൈൽ പരിശോധിക്കുകയും സ്വാഭാവികമായിട്ട് എൻ്റെ വകുപ്പാണ് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കേണ്ട ചുമതലയുള്ള വകുപ്പ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓൾ വെയർബോട്ട്സ് ചെക്ക് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് ജഡ്ജ്മെൻ്റ് അടക്കം ചെക്ക് ചെയ്തതാണ്. ഒരാൾ വിശ്വാസിയാവുന്നത് ഒരു അപകടമാണെന്ന് ഞങ്ങൾ വിചാരിക്കാത്തടത്തോളം കാലം അദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എന്റെ പരാതി എന്റെ പാർട്ടി പ്രസിഡന്റിനോട് പറഞ്ഞ പരാതിയാണ്. അത് ഞാൻ KM ഷാജിയോട് പറഞ്ഞ പരാതിയല്ല. മജിസ്ട്രേറ്റായി നിയമനം കിട്ടി. അതിനുശേഷം ഉണ്ടായിരുന്ന മാറ്റത്തിൽ അദ്ദേഹം സംഘിയോട് അടുത്തു. അദ്ദേഹം സംഘിയുടെ പെട്ട തീവ്ര ഹിന്ദു വിശ്വാസിയാണ് എന്ന് ഹൈക്കോടതിയിലെ BJP അഭിഭാഷക സംഘടന ഇന്ന് പത്രമാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക ഭാരവാഹി എന്ന നിലയ്ക്ക് എന്റെ പാർട്ടി അറിയാതെയോ അറിഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചോ എന്ന ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഞാൻ ഔദ്യോഗികമായി എന്റെ ഒരു കർത്തവ്യം എന്ന നിലയ്ക്ക് ഞാൻ അറിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യങ്ങളും കഴിഞ്ഞകാല പാരമ്പര്യങ്ങളും കഴിഞ്ഞ 10-15 വർഷമായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അത് സമൂഹ മാധ്യമങ്ങളിൽ കൃത്യമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു കാലത്തും UDF ആയിട്ടോ കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അദ്ദേഹം നിന്നിട്ടില്ല എന്നുള്ളത് ഞാൻ എന്റെ പാർട്ടിയെ അറിയിച്ച കാര്യമാണ്. അത് പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. ശേഷാദ്രിനാഥന്റെ നിയമനത്തെ പിന്തുണച്ച് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി ഷാജറ റാഫത്തും രംഗത്തെത്തി. ശേഷാദ്രിനാഥൻ നിഷ്പക്ഷനായ ന്യായാധിപനാണ് എന്നാണ് പ്രതികരണം. പഠിച്ച് വിമർശിച്ചില്ല എങ്കിൽ പൊതുമധ്യത്തിൽ അപഹാസ്യരാകേണ്ടി വരുമെന്നും ഫേസ്ബുക്ക് കുറിപ്പ്. ഋഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഋഷിപാൽ, PM നിയാസ് വിമർശനം ഉന്നയിക്കുന്നു. അത് പാർട്ടിക്ക് ഞാൻ കൊടുത്ത കത്താണ്, KM ഷാജിക്കല്ല എന്നത് വ്യക്തമാക്കുന്നു. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതും അങ്ങനെയാണ്. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്ത് മണ്ഡല പുനർനിർണയത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ്. പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങൾ പുനർനിർണയത്തിലേക്ക് പോകുമ്പോൾ ആ കമ്മിറ്റിയിലെ ഒരംഗം കൂടിയായിരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അങ്ങനെ സംഘപരിവാറുമായി അടുപ്പമുള്ള ഒരാൾ ശേഷാദ്രിനാഥ് എന്ന ആൾ ഈ തസ്തികയിലേക്ക് വരുമ്പോൾ, ആ ചുമതലയിലേക്ക് വരുമ്പോൾ അത് വലിയ അപകടം ചെയ്യും. രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് അഡ്വക്കേറ്റ് PM നിയാസ് നൽകുന്നത്. KPCCയുടെ ജനറൽ സെക്രട്ടറി എന്നതിൽ KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിക്കും ദീപദാസ് മുൻഷിക്കും രമേശ് ചെന്നിത്തലയ്ക്കടക്കമാണ് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിൽ പറയുന്നത് CPMുമായുള്ള ബന്ധം, പിന്നീട് ഉണ്ടായ അപകടങ്ങൾ, അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമനം നടത്തിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലടക്കം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു തസ്തികയാണത്. കോൺഗ്രസിൽ തന്നെ കോൺഗ്രസുമായി ബന്ധമുള്ള ഈ തസ്തികയിലേക്ക് നിയമിക്കാൻ യോഗ്യതയുള്ളവർ ഉണ്ടായിരിക്കുകയാണ് ഇങ്ങനെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളെ നിയമിച്ചത് എന്നാണ് പരാതിക്ക് ആധാരമായി നിയാസ് ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസിൽ തന്നെ പ്രധാന നേതാക്കളുമായി ആലോചിച്ചതിന് ശേഷമാണ് PM നിയാസ് KPCC അധ്യക്ഷന് പരാതി നൽകിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ KPCC അധ്യക്ഷന്റെ നിലപാട് ഏറ്റവും പ്രധാനമാണ്. ഏതായാലും മന്ത്രിസഭ അനുമതി നൽകിക്കൊണ്ട് ആ ശുപാർശ ഗവർണറുടെ മുന്നിലാണുള്ളത്. ഏറെ വൈകാതെ ഗവർണർ ആ ശുപാർശയിൽ ഒപ്പുവെക്കുമെന്നാണ് അറിയുന്നത്. ഋഷിപാൽ വിവരങ്ങൾ നൽകിയത്.